ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രചനയും അതേപോലെ തന്നെ മഞ്ജിമയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ രചനയെ എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ കുടുംബത്തിലേക്ക് വീണ്ടും വരണം, അതിനുശേഷം ഇഷിതയെ എങ്ങനെയെങ്കിലും ആ കുടുംബത്തിൽ നിന്ന് പുറത്താക്കണമെന്ന ഒറ്റ ചിന്തയാണ് ഈ മഞ്ജിമയ്ക്ക്. അപ്പോൾ മഞ്ജിമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രചന പറയുകയാണ്, ഞാൻ ഇനി എത്ര ശ്രമിച്ചാലും ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് മഹേഷ് സമ്മതിക്കോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇത്രയ്ക്ക് വരാനും മഹേഷ് തന്നോട് സംസാരിക്കാനും ഒക്കെ തയ്യാറായല്ലോ. അപ്പം പിന്നെ അതിനും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉറപ്പായിട്ടും രചനയ്ക്ക് ഇവിടെ വരാനായിട്ട് കഴിയും. രചനയാണ് ജയിക്കാനായിട്ട് പോകുന്നത്. ഇഷിത ഈ കുടുംബത്തിൽ നിന്ന് തോറ്റു പിന്മാറുക തന്നെ ചെയ്യും. അവളെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം. രചനയുടെയും മഹേഷിൻ്റെയും മക്കളാണ് ആദിയും ചിപ്പിയും, അല്ലാതെ ഇഷിതയുടെ മക്കളല്ല ചിപ്പി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കഴിഞ്ഞപ്പോഴൊക്കെ രചനയുടെ മനസ്സിൽ ഇങ്ങനെ വാശി ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. എങ്ങനെയെങ്കിലും ഇഷിതയെ പുറത്താക്കണമെന്നുള്ള ഒറ്റ ചിന്തയും ഈ രചനയുടെ മനസ്സിലേക്ക് കൂടിക്കടന്ന് വരികയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആഷിതയാണ്. അപ്പോൾ ആഷിത നേരെ ഇഷിതയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്താ ചേച്ചി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എന്തൊക്കെയാണ് വിശേഷം, എങ്ങനെയുണ്ട് മഹേഷിന് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മഹേഷിന് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പരിചരിക്കേണ്ടവരൊക്കെ മഹേഷിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, അങ്ങനെ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. എന്താ ഇഷിതേ, നിനക്കിത് എന്ത് പറ്റി, നീ എന്താ വല്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എന്ത് പറയാനേച്ചി, എനിക്കിപ്പോൾ മഹേഷിനെ പരിചരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എപ്പോഴും ഇവിടെ ഇപ്പോൾ രചന വരുന്നുണ്ട് എന്ന് പറയണം. രചന വരുന്നുണ്ടെന്നോ, അതെങ്ങനെ ശരിയാവും? രചന എന്തിനാ ആ വീട്ടിലേക്ക് കയറി വന്നത്? രചനയ്ക്ക് അവിടെ ഒരു സ്ഥാനമില്ലല്ലോ, നീ എന്തിനാ ആ വീട്ടിലേക്ക് അവരെ കയറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാനാണോ കേട്ടുന്നത്? രചനയും ആദിയും കൂടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരാരും ഒരക്ഷരം പോലും മിണ്ടിയില്ല. മഹേഷിനെ കാണാനും സഹകരിക്കാനും ഒക്കെ അവർ അനുവാദം കൊടുത്തു. പിന്നെയും വന്നു കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് വലിയ കൂട്ടായി. മഹേഷും രചനയും വലിയ സൗഹൃദം എന്ന രീതിയിലാണ് അവളോട് സംസാരിക്കാൻ പെരുമാറുകയൊക്കെ ചെയ്തത്. മഹേഷ് അങ്ങനെ സംസാരിച്ചു, എനിക്കത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അതേ ആഷി ചേച്ചി, അങ്ങനെ തന്നെയാണ് സംസാരിച്ചത്. ഞാനിപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്, ഞാൻ അന്യായ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഇത് എവിടത്തെ ന്യായമാണ്? മഹേഷ് രചനയെ ഡിവോഴ്സ് ചെയ്തതാണ്. അവൾ വേറൊരുത്തിൻ്റെ ഒപ്പം പോയതല്ലേ, പിന്നെന്തിനാ മഹേഷ് വീണ്ടും അവളോടൊപ്പം സൗഹൃദം കൂടാനായിട്ട് തയ്യാറാവുന്നത്? ഇതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. നമ്മൾ രണ്ടുപേരും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നടക്കേണ്ടതൊക്കെ അവിടെ നടന്നു. എനിക്ക് ആ കുടുംബത്തിൽ കയറി ഒന്നും പറയാനായിട്ട് പറ്റില്ല ചേച്ചി. കാരണം രചനയുടെയും മഹേഷിൻ്റെയും മക്കളാണ് ആദിയും ചിപ്പിയും. അവരുടെ ഇടയിൽ ഞാൻ എന്തു പറയാനാ? എപ്പോഴും അവരുടെ ഇടയിൽ ഞാൻ അന്യയെ പോലെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇഷിത, നീ ഇതിന് നല്ല മറുപടി തന്നെ കൊടുക്കണ്ടേ? നല്ല ഇത് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത്? എനിക്കൊന്നും പറയല്ലേ ചേച്ചി, ഞാൻ ചേച്ചിയെ പിന്നീട് വിളിക്കാം, എനിക്കിപ്പോൾ സംസാരിക്കാനുള്ള ഒരു മൂഡില്ല, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത അവിടെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ മഹേഷിനെ കാണിക്കുകയാണ്. അപ്പം മഹേഷ് ഓരോ ബുക്കുകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ആഷിതയുടെ കോള് മഹേഷിൻ്റെ ഫോണിലേക്ക് വരുന്നത്. ആദ്യം എടുക്കണോ വേണ്ടേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് മഹേഷ് ആ കോൾ എടുക്കുകയാണ്. മഹേഷേ, ഇത് ഞാനാണ് ആഷിത എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, എന്താ ആഷിത എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഇഷിത അടുത്തുണ്ടോ? ഇല്ലല്ലോ, ഇഷിത അടുത്തില്ല. ഇഷിത ഇവിടെ പോയി? ചിപ്പിയായിട്ട് സംസാരിക്കുകയും കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. അവൾ ഏതായാലും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും എന്താ ഇഷിതയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കണോ? ഇഷിതയെ വിളിച്ചു നോക്കില്ലേ? എനിക്ക് സംസാരിക്കാനുള്ളത് മഹേഷിനോടാണ്. എന്നോടോ സംസാരിക്കാനുള്ളത്? അതെ, എനിക്ക് മഹേഷിനോടാണ് സംസാരിക്കാനുള്ളത്. അല്ല, മഹേഷ് ഇപ്പോൾ വലിയ വലിയ സൗഹൃദങ്ങളൊക്കെ തുടങ്ങിയെന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം മഹേഷിന് ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ വലിയ മാറ്റങ്ങളെല്ലാം സംഭവിച്ചല്ലേ? കുടുംബത്തിൽ അങ്ങനെ പല മാറ്റങ്ങളും സംഭവിക്കുമല്ലോ. ഹോസ്പിറ്റലിൽ കിടന്ന് മടുത്തു. ഇഷിതയെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ചിലപ്പോൾ ഇഷിത അവിടെ ഉണ്ടാവില്ല. ഇഷിത ഇല്ലാത്തതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ അനുഭവിച്ചു. വീടാകുമ്പോഴത്തേക്കും അങ്ങനൊരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇഷിത ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബാക്കിയുള്ളവരെല്ലാവരും ഉണ്ടല്ലോ. അത് ശരിയാണ്, ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്, ബാക്കിയുള്ളവർ കയറി ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ മഹേഷിനത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ലല്ലേ? എന്താ ആഷിത എന്താ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മഹേഷിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് അങ്ങോട്ട് വരാവോ? അതിനെന്തിനാ എന്നോട് അനുവാദം ചോദിക്കുന്നത്? ആഷിതയ്ക്ക് എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ. അല്ല, ഈ വിസിറ്റേഴ്സ് ഇല്ലാത്ത സമയം നോക്കി എന്നോടൊന്ന് പറഞ്ഞാൽ മതി, ആ സമയത്ത് ഞാൻ വരാം. അല്ല, ഞാൻ വന്നതുകൊണ്ട് മഹേഷിന് ഇനി വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാനായിട്ട് പാടില്ലല്ലോ, വിസിറ്റേഴ്സിനോടൊക്കെ സംസാരിക്കാനുള്ളതല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഇഷിതയ്ക്ക് രാവിലെ വരാം എന്ന് ആഷിതയ്ക്ക് രാവിലെ വരാം എന്നിങ്ങനെ പറയുകയാണ്. ശരി,
അല്ല ഇഷിതയുള്ളപ്പോൾ വന്നാൽ എന്താ കുഴപ്പം? എനിക്ക് സംസാരിക്കാനുള്ളത് മഹേഷിനോട് മാത്രമാണ്. ചില പേഴ്സണലായ കാര്യങ്ങൾ ഞാൻ വിളിച്ചെന്നോ ഞാൻ കാണാൻ വരുന്നുണ്ടെന്നോ യാതൊരു കാരണവശാലും ഇഷിതയോട് പറയാനായിട്ട് പാടില്ല. അതെന്താ പറഞ്ഞാൽ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മഹേഷിനോട് മാത്രമേ സംസാരിക്കാനുള്ളത്. അങ്ങനൊരു കാര്യം ഇഷിതയോട് പറയരുത്. ശരി, ഞാൻ പറയില്ല. ഓക്കെ, എങ്കിൽ പിന്നെ ഞാൻ കാണാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ മഹേഷിന് എന്തൊക്കെയൊരു ഡൗട്ട് തോന്നുകയാണ്. കാര്യങ്ങളൊക്കെ കുറേയേറെ നമ്മുടെ മഹേഷിന് മനസ്സിലാകുകയും ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷിനെ വീൽ ചെയറിൽ ഇങ്ങനെ ഉന്തിക്കൊണ്ട് വരിക, റൂമിലേക്ക് കൊണ്ടുവന്നിങ്ങനെ നിർത്തുകയാണ്. നിർത്തി കഴിഞ്ഞപ്പോഴേക്കും പതുക്കി ഒന്ന് കൈ ഇങ്ങനെ താങ്ങി പിടിച്ചിട്ട് കട്ടിൽ കിടത്താനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഇഷിത ചെയ്യുന്നത്. വേണ്ട ഇഷിത, ഞാൻ ഏതായാലും കുറച്ചേരം ഇവിടെ ഇരിക്കട്ടെ, കിടന്ന് മടുത്തു, അതുകൊണ്ട് ഞാൻ കുറച്ചേരം വീൽ ചെയറിൽ തന്നെ ഇരിക്കട്ടെ. എന്താ മഹേഷേ, പുറത്തേക്ക് വല്ലതും പോകണോ? ഞാൻ വേണമെങ്കിൽ കൊണ്ടുപോകാം. വേണ്ട, എനിക്ക് പുറത്തേക്കൊന്നും പോകണ്ടെന്നേ, എനിക്ക് ഇവിടെ തന്നെ ഇരുന്നാൽ മതി, പുറത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. എടോ, എനിക്ക് ഒരു ആവശ്യമില്ലെന്നേ, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. അപ്പോഴേക്കും പ്രിയാമണി ആണെങ്കിൽ ഇഷിത എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ വിളിക്കുകയാണ്. എടോ, തൻ്റെ അമ്മയല്ലേ വിളിക്കുന്നത്? തൻ്റെ അമ്മ എന്തെങ്കിലും ആവശ്യം പറയാനായിരിക്കും വിളിക്കുന്നത്, അല്ലെങ്കിൽ ഈ സമയത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞാനൊന്ന് ചെന്ന് നോക്കിയിട്ട് വരാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഫോണിലേക്ക് വിളിക്കണേ. ശരി, ഞാൻ വിളിക്കാം. അങ്ങനെ ഇഷിത അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷ് ഇഷിതയുടെ അമ്മ എന്തൊക്കെയോ പ്രത്യേക കാര്യങ്ങൾ പറയാൻ വേണ്ടി ആയിരിക്കും വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈ സമയത്ത് ഇഷിതയുടെ അമ്മ വിളിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ മഹേഷ് ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ ഇഷിത നേരെ അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട്, എന്താ അമ്മ എന്താ ഈ സമയത്ത് വന്നിരിക്കുന്നത്? ഈ സമയത്ത് ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നത് ശരിയല്ലെന്ന് അറിയാൻ പാടില്ലേ? അവരൊക്കെ എന്ത് വിചാരിക്കും? അമ്മേനോട് കാണണമെന്ന് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ് ഇഷിത. എനിക്ക് നിന്നോട് കണ്ട് സംസാരിച്ചേ മതിയാവുള്ളൂ, അത് മറ്റുള്ളവരെ മുന്നിൽ വെച്ച് പറയാനുള്ള കാര്യമല്ല, എനിക്ക് നിന്നോട് തന്നെ പറയണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ വേണ്ട, അനാവശ്യമായ കാര്യങ്ങളൊന്നും പറയണ്ട. മഹേഷിനെ കണ്ട് അമ്മ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചതായിട്ട് മഹേഷ് എന്നോട് പറഞ്ഞു. പക്ഷേ അപ്പോഴും ഞാൻ അമ്മയെ വെള്ള പൂശുകയാണ് അവിടെ ചെയ്തത്. മഹേഷിൻ്റെ മുന്നിൽ അമ്മ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല, അമ്മയുടെ മനസ്സ് ശുദ്ധമാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ മഹേഷിനോട് വാദിച്ചത്. ആ അമ്മ തന്നെ എന്നെ ഇങ്ങനെ കാണാൻ വന്ന് അനാവശ്യമായ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ നിൽക്കരുത്. ഞാൻ മഹേഷിനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മക്കളുടെ ഭാവി ഉദ്ദേശിച്ച് മാത്രമാണ്. നീ ഇങ്ങനെ ജീവിക്കുന്നത് കാണാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഞാൻ എങ്ങനെ ജീവിക്കുന്ന കാര്യം കാണുന്നതാണ്? ഈ കിടന്ന കിടപ്പിൽ ശുശ്രൂഷിച്ചും പിന്നെ ചിപ്പിക്ക് ഒരു വാടക അമ്മയായിട്ട് ജീവിക്കാനാണോ നിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അമ്മ തന്നെയാണ് ഈ പറയുന്നത് എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ്. അതെ, നീ നല്ലൊരു ജീവിതം ജീവിച്ച് കാണണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ നീ അങ്ങനെ ജീവിച്ചോ? ഇല്ലല്ലോ. ദേ അമ്മ അച്ഛൻ പോലും അറിയാതെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എനിക്കിപ്പോൾ മനസ്സിലായി. അച്ഛൻ ഈ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അമ്മയെ വിടില്ലായിരുന്നു. അതെനിക്ക് ഉറപ്പുള്ള കാര്യം. എനിക്ക് ആരുടെയും കാര്യം അറിയണ്ട ഇഷിത, എനിക്ക് നിന്റെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി ഇഷിത. നീ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തേ മതിയാവുള്ളൂ. തീരുമാനം? എന്ത് തീരുമാനം? നീ ഡിവോഴ്സ് ആവണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്കത് സഹിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ താലിക്ക് അമ്മ അത്രയും വില കൽപ്പിച്ചിട്ടുള്ളോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. അവിടെ മാധവുമായിട്ട് കല്യാണം നടന്നല്ലേ, ആ താലിയുടെ വിലയുള്ളൂ ഈ താലിക്കും എന്നങ്ങോട്ട് കരുതിയാൽ മതി. ദേ, ഇനി മേലാൽ അങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞു പോകരുത് എന്നൊക്കെ ഇങ്ങനെ ഇഷിത പറയുക. അപ്പോൾ ഇഷിത ഇത്ര നേരിട്ട് കാണാതായി കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ മഹേഷ് ആണെങ്കിൽ ഒന്ന് ചെല്ലാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വീൽ ചെയർ ഉന്തിക്കൊണ്ട് ആ വാതിക്കലേക്ക് ചെല്ലുക. അപ്പോൾ മഹേഷിനെ ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു സംസാരമോടെ കേൾക്കുകയാണ്. എത്രയും പെട്ടെന്ന് മഹേഷിനെ ഉപേക്ഷിച്ച് മതിയാവുള്ളൂ നീ. ഇങ്ങനൊരു ജീവിതമല്ല നിനക്ക് വേണ്ടത്. ദേ, ഒരു വാടകമ്മയായിട്ട് ജീവിക്കുന്നു. അല്ലെങ്കിൽ നീ പറയണമെന്നുണ്ടെങ്കിൽ നീയും മഹേഷും തമ്മിൽ നല്ല ബന്ധം ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടോ? ഭർത്താവിൽ നിനക്ക് എന്തെങ്കിലും സുഖം കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് നീ എൻ്റെ മുന്നിൽ കിടന്ന് വാദിക്കുന്നത്? നീ ഇപ്പോഴും ചിപ്പിയുടെ ഒരു വാടകമ്മയായിട്ട് മാത്രം കഴിയുന്നത്. എനിക്കിനി അതിനെക്കൊണ്ട് സാധിക്കില്ല ഇഷിത. നിന്റെ ഒരു നല്ല ജീവിതം കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം, അല്ലാതെ ഇങ്ങനെയുള്ളൊരു ജീവിതമല്ല. നീ മഹേഷിനെ ഉപേക്ഷിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മഹേഷിനും ആകെ സങ്കടം തോന്നുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും, ഇനി ഒരിക്കൽ കൂടി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം അമ്മ ശരിക്കറിയും. ഈ താലി എൻ്റെ കഴുത്തിലുള്ളിടത്തോളം കാലം എനിക്ക് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും കഴിയില്ല. പിന്നെ മഹേഷ് എന്നെ ഉപേക്ഷിക്കാത്തടത്തോളം കാലം ഞാൻ മഹേഷിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇനി അമ്മ എൻ്റെ മുന്നിൽ വന്നു പോകരുത്. എനിക്ക് മഹേഷ് എത്രത്തോളം ആണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും രണ്ട് ശരീരങ്ങളല്ല
ഞങ്ങൾ ഒരു മനസ്സാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത നല്ല തക്ക മറുപടി തന്നെ പ്രിയാമണിക്ക് കൊടുക്കുകയാണ്. മഹേഷ് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കൊക്കെ സങ്കടം തോന്നുകയാണ്. പക്ഷേ പ്രിയാമണിക്ക് പിന്നെ കൂടുതൽ പിടിച്ചൊന്നും അവിടെ നിൽക്കാനായിട്ട് സാധിച്ചില്ല. അവിടെ നിന്ന് പ്രിയാമണി പോവുകയും ചെയ്യാണ്. പ്രിയാമണിയുടെ വാക്കുകളെല്ലാം കേട്ട് ഇഷിതയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇരുന്നിങ്ങനെ പൊട്ടിക്കരയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ പൊട്ടിക്കരയാണ്. അങ്ങനെ പ്രിയാമണി നേരെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴേക്കും പ്രിയാമണി ഒന്ന് നിന്നേ എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് വിളിക്കുക. എന്തായി? ഇഷിതയോട് സംസാരിക്കാൻ പോയതാണോ? എന്നിട്ട് ഇഷിതയോട് എന്താ പറഞ്ഞത്? ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞോ? എന്നിട്ട് ഇഷിത എന്ത് മറുപടി പറഞ്ഞു? അത് പിന്നെ അങ്ങനെ ഇഷിത കൂടുതൽ മറുപടി ഒന്നും പറഞ്ഞില്ല. ആര് പറഞ്ഞു? എനിക്കറിയാലോ എൻ്റെ മോളെ. ഞാൻ ഇഷിത പറഞ്ഞത് എന്താണെന്ന് പറയട്ടെ. ഈ കാര്യം പറഞ്ഞുകൊണ്ട് അമ്മ മേലെ എൻ്റെ മുന്നിൽ വരരുത്. ഞങ്ങൾ തമ്മിൽ വേർപിരിയാനല്ല, ഒരുമിച്ച് ജീവിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ താലിക്ക് അമ്മ അത്രയും വിലയെ കൽപ്പിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ മനസ്സ് രണ്ടും ഒന്നാണ് എന്നൊക്കെയല്ലേ പറഞ്ഞത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രിയാമണി ഇരുന്നിങ്ങനെ കരയാണ്. മാഷിന് ഇതെല്ലാം എങ്ങനെ അറിയാം? ദേ, ഇഷു എൻ്റെ മകളാണ്. അവളുടെ മനസ്സ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രിയാമണി, ഈ അച്ഛന്മാരെ കൂടുതൽ പെൺമക്കൾ സ്നേഹിക്കുന്നത് എന്താണെന്നറിയാമോ? അവരെ മനസ്സിലാക്കാനായിട്ട് അച്ഛന്മാർക്ക് നന്നായിട്ട് കഴിയുമെന്ന് അവർക്കറിയാം. പക്ഷേ അമ്മമാര് ഒരുപാട് സ്വാർത്ഥത കാണിക്കും. അങ്ങനെ സ്വാർത്ഥത കാണിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു ഇറിറ്റേഷനായി മാറരുത് പ്രിയാമണി. അതും കൂടി ഒന്ന് ചിന്തിക്കണം. ദേ, ഇഷിത അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇഷിതയോട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് പ്രിയാമണി അങ്ങോട്ട് ചെല്ലേണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു തീരുമാനം. അതുകൊണ്ട് ആ തീരുമാനത്തിൽ തന്നെ നീ ഉറച്ചു നിൽക്കണം പ്രിയാമണി. അവളുടെ കാര്യം വിട്ടേക്ക് പ്രിയാമണി. അവളുടെ ജീവിതം നോക്കാനായിട്ട് അവൾക്കറിയാം. അതിൽ ഇടങ്കോലിടാനായിട്ട് പ്രിയാമണി താൻ പോകാൻ നിൽക്കരുത് എന്ന് പ്രിയാമണിക്കും മാഷും നല്ല തക്ക മറുപടി കൊടുക്കുക. അപ്പം മാഷിൻ്റെയും കൂടി ഈ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രിയാമണിക്ക് സഹിക്കാൻ പറ്റില്ല. പ്രിയാമണി കരഞ്ഞുകൊണ്ട് ഓടിപ്പോവാണ്. അപ്പോൾ മാഷ് കരയട്ടെ, അവളുടെ മനസ്സിലുള്ള ദുഃഖങ്ങൾ മുഴുവൻ അവൾ കരഞ്ഞു തീർക്കട്ടെ, അങ്ങനെയെങ്കിലും മനസ്സ് ഫ്രീ ആവട്ടെ. ഇപ്പം ഏതായാലും അവളോട് സംസാരിക്കാൻ പോകണ്ടായെന്നും നമ്മുടെ മാഷ് അങ്ങനെ കരുതുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.